ഹായ് ഓൾ വെൽക്കം ടു SCRT സമഗ്ര. ഇന്ത്യൻ ജോഗ്രഫിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുമായിട്ട് വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാ? ഇന്ത്യയുമായിട്ട് വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ കേട്ടോ. അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യയുമായിട്ട് വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം. ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശമാണ് ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഉത്തരാഖണ്ഡ് ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നതാണ് ലിപുലേഖ് ചുരം. ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയാണ്. ഇനി ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാ? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? അത് ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാ? ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. റാഡ്ക്ലിഫ് രേഖയാണ് ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ്? റാഡ്ക്ലിഫ് രേഖയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദോഡാപേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം. ദോഡാപേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം ഏതാണ്? നീലഗിരി കുന്നിലാണ് കേട്ടോ. നീലഗിരി കുന്നിലാണ് ദോഡാപേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത അതിലൊറ്റയാണ് കണ്ടെത്തുക. ഓപ്ഷൻസ് വായിക്കാം. ഉത്തരപർവ്വത മേഖല, ഹിമാലയം, ഉത്തരേന്ത്യൻ സമതലം, തീരസമതലങ്ങളും ദ്വീപുകളും. ഇതിൽ ഏതാ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്? അത് ഹിമാലയ കേട്ടോ. ബാക്കിയൊക്കെ ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലങ്ങള്, തീരസമതലങ്ങളും ദ്വീപുകളും. ഇതൊക്കെ ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷതകളാണ്. ഇനി നെക്സ്റ്റ് ആണ് ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്? 82.5 പൂർവ്വ രേഖാംശമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. 82.5 പൂർവ്വ രേഖാംശമാണ് ഇന്ത്യയുടെ പൊതുവായ സമയരേഖയായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്തിന്റെ സാന്നിധ്യമാണ്? ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പിന്റെ സാന്നിധ്യമാണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഇന്ത്യക്ക് എത്ര സ്ഥാനം വരുന്നത്? 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്ര അറിയാം? ഇന്ത്യയുടെ വിസ്തൃതി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? 3.2 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓക്കെ, താഴെ പറയുന്നതിലെ ശരിയായ പ്രസ്താവനകൾ ഏതാണെന്ന്? ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാ. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്രയാണ്? 3214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 പൂർവ്വ രേഖാംശമാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 പൂർവ്വ രേഖാംശമാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്തുള്ളത് ഇന്ദിരാകോളി. ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്തുള്ളത് ഏതാണ്? ഇന്ദിരാകോളി. ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റ്. ഏറ്റവും തെക്കേറ്റത് ഇന്ദിരാ പോയിന്റ്. എല്ലാ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്.